ആ നിങ്ങളായിരുന്നോ? വാ. ഈ മക്കള് വന്നോട്ടോ. എന്താ ലേറ്റായേ? വീടെ പപ്പ, ഞങ്ങള് മൂന്നുപേരും ഒരുമിച്ചല്ലേ ഇറങ്ങിയത്. ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങി. എന്നിട്ട് ഫ്ലാറ്റിൽ പോയിട്ട് ഫ്രഷ് ആയിട്ടാ വരുന്നത്. വീക്ക് ഒരു ക്ലയന്റിനെ കാണാനുണ്ടെന്ന് പറഞ്ഞു. അവൻ അങ്ങോട്ട് പോയിക്കോ. അല്ല പപ്പ, മമ്മി കളിപ്പിലാണോ? ആണോന്നോ? ഫുൾ മോഡിലെ ആള്. അല്ലെങ്കിൽ നിനക്കൊന്ന് വിളിക്കെങ്കിലും ചെയ്യായിരുന്നു. പപ്പ പറ്റിപ്പോയി. ഇനി പറഞ്ഞിട്ടെന്ത് കാര്യം? അല്ലല്ലോ, ഇന്നെന്റെ ദിവസം തന്നെ ശരിയല്ല. ഓഫീസിൽ നിന്ന് വീടിന്റെ അടുത്തുനിന്ന് കണക്കിന് കിട്ടി. ഇനിയിപ്പോ അതെ അടുത്തത് മമ്മിയുടെ അടുത്തുനിന്ന്. വീടെടുത്തുന്നോ? അവനെന്താ നിന്നെ ചെയ്തേ? അവനോ, അവൻ എനിക്ക് കാരണം നോക്കിയെന്ന് തന്നു. അതെന്തിന്? ആ, പുതിയ സിഇഒ ഒക്കെ ആയിട്ട് ചാർജ് എടുത്തതല്ല, ഒന്ന് റെസ്പെക്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് നൈസായിട്ടൊന്ന് സാറിനെ വിളിച്ചത്. അവന്റെ അടുത്ത് കണക്കിന് കിട്ടില്ലല്ലോ അല്ലേ? ആ, കിട്ടി. അതൊക്കെ പോട്ടെ. ഇതേ പപ്പ, എന്റെ കൂടെ കട്ടൊക്കെ നിന്നേക്കണേ. ഞാൻ എങ്ങനെയെങ്കിലും ആളൊന്ന് സോപ്പിട്ട് നോക്കട്ടെ. എനിക്കിനി തല്ലിക്കൊള്ളാൻ വയ്യാഞ്ഞിട്ടാണ്. ഞാനില്ലേ, എന്റെ മോനെ തന്നെ അങ്ങ് സോപ്പിട്ടാ മതി. എനിക്ക് രാവിലെ ഒരു റാപ്പ് കിട്ടിയേ ഉള്ളൂ. അതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. ഓ, അത് ഇവിടുത്തെ സ്ഥിരം കലാപരിപാടിയല്ലേ. ഇന്ന് എന്തായിരുന്നു പൊട്ടിച്ചേ? ഫാന്. ഫാനോ? ഇവിടെ താഴെയുള്ളതൊന്നും പോരാഞ്ഞിട്ടാണല്ലേ പപ്പ ഹൈ റേഞ്ചിൽ കയറി പിടിച്ചത്. പപ്പക്ക് ഇത് എന്തിന്റെ കേടായിരുന്നു? അല്ല, എങ്ങനെയാ ഇപ്പൊ ഫാനൊക്കെ പൊട്ടിയേ? ഞാൻ അവളെ ഒന്ന് ഹെൽപ്പ് ചെയ്തതാ. ഹെൽപ്പോ? എന്ത് ഹെൽപ്പ്? അത് പിന്നെ കിച്ചണിലെ ഫാൻ ഒന്ന് കേടുവന്നു. അപ്പോ റിപ്പയർ വിളിച്ചപ്പോ വൈകിട്ടേ വരുമെന്ന് പറഞ്ഞു. പാവം എന്റെ കൊച്ചു കിച്ചണിൽ ഫാൻ ഇല്ലാതെ കിടന്നു കഷ്ടപ്പെടുന്ന കണ്ടപ്പോ എനിക്ക് സഹിച്ചില്ല. അപ്പൊ പിന്നെ ഞാൻ തന്നെ റിപ്പയർ ചെയ്യാന്ന് വിചാരിച്ചു. നിനക്കറിയാലോ, നമ്മളിതൊക്കെ പണ്ടേ വിട്ട കേസല്ലേ. ഓ, അറിയാം. എന്നിട്ടെന്ത്? ഞാൻ നോക്കിയപ്പോ വയറ് ഷോർട്ടായതാണ്. അത് ശരിയാക്കാൻ വേണ്ടി ടൂൾസ് എടുക്കാൻ ഞാൻ തിരിഞ്ഞത്. ഫാൻ ഇതേ താഴെ കിടക്കുന്നു. അതെങ്ങനെ? ഫാൻ ആങ്ങറിലല്ലായിരുന്നു? അല്ലടാ, ഞാൻ നോക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ഫാൻ ആങ്ങറിൽ നിന്ന് ഓടി കയ്യിലാ ബാലൻസ് ചെയ്തിരുന്നു. അത് ഞാനിങ്ങ് മറന്നും പോയി. ആ, അടിപൊളി. പപ്പക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ആ, ഞാനും അത് ചിന്തിച്ചു. പക്ഷെ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണെന്ന് മാത്രം. എന്നിട്ട് വയറ് നിറച്ച് കിട്ടിയല്ലോ. പിന്നെ ഇപ്രാവശ്യം ഷുഗറുടെ ആപ്പായിരുന്നു. അതുകൊണ്ട് ശ്വാസം വിടാൻ പറ്റിയില്ല. ഉയരം കൂടുമ്പോ കടുപ്പവും കൂടുമെന്ന് ഞാൻ ഇന്നാണ് മനസ്സിലാക്കിയത്. അപ്പൊ പിന്നെ ഇന്ന് എന്റെ അവസ്ഥ എന്താകുമോ എന്തോ. അല്ല, നീ എന്താ മോനെ ഒന്നും മിണ്ടാത്തേ? ഒന്നുമല്ല സാർ, ഞാൻ നിങ്ങളുടെ സംസാരം കേൾക്കുമായിരുന്നു. ഇതൊന്നും കേട്ട് മോൻ പേടിക്കണ്ട. ഇതൊക്കെ അവിടെ സ്ഥിരം നടക്കുന്നതാ. ആരിത്? ജയിക്ക് മോനോ? മോനെ കണ്ടിട്ട് കൊറേ ആയല്ലോ. എന്താ മോൻ ഇങ്ങോട്ടൊന്നും വരാത്തെ? അത് മേഡം ഓരോ തിരക്കായി പോയി, അതാ. അല്ല, നിനക്ക് ഈ മാഡം വീട് ഇപ്പോഴും നിർത്താനായില്ലേ? അത് പിന്നെ ഇനി ഇതിന് മറുപടി പറയാൻ നീ ബുദ്ധിമുട്ടണ്ട. ഇച്ഛയും പറഞ്ഞ മാതിരി ഇനി ഞങ്ങൾ നിന്നെ നിർബന്ധിക്കുന്നില്ല. എന്ന് നീ നിന്റെ ഇഷ്ടപ്രകാരം ഞങ്ങളെ പപ്പയും അമ്മയും എന്ന് വിളിക്കുന്നുണ്ടോ അന്ന് നീ വിളിച്ചാ മതി. പക്ഷെ ഞങ്ങൾക്ക് ഉറപ്പുണ്ട് എന്തെങ്കിലും ഒരിക്കൽ നീ ഞങ്ങളെ അങ്ങനെ വിളിക്കുന്നുള്ളത്. ഹലോ, ഞാനെന്നൊരാൾ ഇവിടെ വടി പോലെ നിൽക്കുന്നത് മമ്മി കണ്ടില്ലേ? അല്ലേലും നമ്മളെയൊക്കെ ഒന്നും ആർക്കും വേണ്ടല്ലോ. ഓ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ല. പൊക്കോണം അവിടുന്ന്. ആരെയാടാ വേണ്ടാത്തത്? മമ്മിയൊന്നും വിളിച്ച് വന്നേക്കുന്നു. ഇങ്ങനെ ഒരാൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടോന്ന് നിനക്ക് ഇപ്പോഴാണ് ഓർമ്മ വന്നത്? തുടങ്ങി. ഇപ്രാവശ്യം ആറമ്മിന്റെ റാപ്പാണെന്നാ തോന്നുന്നു. അതെങ്ങനെ മനസ്സിലായി സാർ? അതെ, ആ ലൈൻസിനൊരു ഇമോഷണൽ ടച്ച് കൂടുതലാണ്. നീ പപ്പയെ വിളിക്കാറുള്ള കാര്യമൊക്കെ ഞാൻ അറിയുന്നുണ്ട്. നിനക്ക് എന്നെ വിളിക്കാൻ മാത്രമാണല്ലോ ഇത്ര തിരക്ക്. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. എങ്ങോട്ട്? അവിടെ ഇരിക്കും മനുഷ്യ. ഇത്രയും നാളും ഇവൻക്കൊന്നും എന്നെ വിളിക്കാൻ പോലും തോന്നിയില്ലല്ലോ. എന്തിനാ ഇപ്പൊ കൂടുതൽ പറയുന്നേ? നിങ്ങൾ പപ്പയും മോനും ഒക്കെ കണക്കാ. എനിക്കറിയായിരുന്നു ഇതും കറങ്ങി തിരിഞ്ഞ് എന്റെ മണ്ടയിലോട്ട് തന്നെ വരുമെന്ന്. അല്ലേലും നമ്മളെ ഒന്നും ഇവിടെ ആർക്കും വേണ്ടല്ലോ.
ഈ മമ്മക്ക് വിളിക്കാൻ പോലും സമയമില്ലാത്തത്ര പോലും എന്റെ മക്കൾ വളർന്നെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്റെ പൊന്നു മമ്മി, മമ്മി ഇങ്ങനെ ഇമോഷണൽ ആവല്ലേ. ആര് പറഞ്ഞു മമ്മിയെ വേണ്ടെന്ന്? എന്റെ മമ്മിയെ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണം. പിന്നെ ഞാൻ ഓഫീസിൽ ശരിക്കും ബിസിയായി പോയി, അതാ സമയം കിട്ടാഞ്ഞത്. അല്ലാതെ എന്റെ മമ്മിയെ മറന്നിട്ടൊന്നുമല്ല. എന്റെ മമ്മിയെ ഞാൻ അങ്ങനെ മറക്കോ? എന്റെ ജീനിക്കൊച്ചി കരയാതെ. ദേ, എന്റെ ജീനിക്കൊച്ചി പറഞ്ഞ ഈ ജിമ്മിക്ക് വിഷമാവേ. ഇപ്രാവശ്യത്തേക്ക് എന്റെ കൊച്ചൊന്ന് ക്ഷമിക്ക് പ്ലീസ്. ദേ, ഇനി ഒരിക്കൽ പോലും ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ല. പ്ലീസ് പ്ലീസ് പ്ലീസ്. അപ്പൊ ഒന്ന് പറയാം മമ്മിയോട്. ഈ ജീനി ഇപ്രാവശ്യത്തേക്കൊന്ന് ക്ഷമിച്ചേക്ക്. ഒന്നില്ലേലും ഇന്ന് മക്കളെല്ലാവരും കൂടി കുറെ നാളുകൾക്ക് ശേഷം ഒന്നിച്ചു കൂടുന്നതല്ലേ. ആ ഒരൊറ്റ കാരണത്താലാ ഇന്ന് ഞാൻ ഇവനെ വെറുതെ വിടുന്നത്. ഇനി ഇമ്മാതിരി എന്തെങ്കിലും പരിപാടി നീ ഒപ്പിച്ച ചട്ടകം പഴിപ്പിച്ച് ഞാൻ ചന്തിക്ക് വെക്കും, കേട്ടല്ലോ? ആ മമ്മി കേട്ടു. ഇനി ഈ ജിമ്മി നല്ല കുട്ടിയായിക്കോളാം. ആ ഹോബിച്ച എവിടെയായിരുന്നു? 2 days ആയിട്ട് നോ കോണ്ടാക്ട്സ്. ഞാൻ ഒരു ഓഫീസ് ട്രിപ്പിലായിരുന്നടാ. ദേ ഇപ്പൊ വന്ന് കേറുവാ. ഓഹോ, ഓഫീസ് ട്രിപ്പ് അല്ലേ? അപ്പോ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അത് പിന്നെ പറയാനുണ്ടടാ. നടക്കട്ടെ. ഓപിച്ച മാത്രല്ല, നമ്മൾ ഇവിടൊക്കെ തന്നെ ഉണ്ട്. നമ്മളും കൂടി ഒന്ന് മൈൻഡ് ചെയ്യുന്നതിൽ വല്ല വിരോധമുണ്ടോ സാറിന്? നീ ഉണ്ടായിരുന്നോ കൂടെ? നീ ഇതെവിടെ പോയതായിരുന്നു? അല്ല ഓപിച്ച, ഈ പൂച്ചക്കുഞ്ഞിനെ എവിടെ നിന്ന് കിട്ടി? അവിടെ ആ വരുന്ന വഴിന്ന് കിട്ടിയതാ. ആ തോന്നി. അല്ല, ഇന്ന് ക്ലാസ് ഒന്നും ഇല്ലല്ലോ, എന്നിട്ട് നീ ഇതെവിടെ പോയതാ? ഓ, ഞാനൊന്ന് ഷോപ്പിങ്ങിന് പോയതാ. ഇവിടെ പലരും ഭയങ്കര ബിസിയല്ലേ, അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ഒറ്റക്ക് പോകാമെന്ന്. ആടി, ഇനി നീ കൂടെ തുടങ്ങിക്കോ. ഇവിടെ ഒരാളത് ഇപ്പൊ കഴിഞ്ഞിട്ടേ ഉള്ളൂ. മമ്മിയുടെ അടുത്തുനിന്ന് കണക്കിന് കിട്ടിയല്ലേ, അതെന്തായാലും കണക്കായി പോയി. എന്തായാലും മമ്മി തന്ന സ്ഥിതിക്ക് ഇനി ഞാനായിട്ട് വേണ്ട. ഇപ്രാവശ്യം വെറുതെ ഇട്ടിരിക്കുന്നു. ഓ ശരി മാഡം. ആരിത്? ഇച്ചായനോ? എങ്ങനെയുണ്ട് ഇച്ചായ? ഇച്ചായന്റെ വർക്കൊക്കെ എങ്ങനെ പോകുന്നു? ആ, വർക്കൊക്കെ അതിന്റെ വഴിക്ക് അങ്ങനെ പോകുന്നുണ്ട്. എന്നാ ഇച്ചായ, ഞാനൊന്ന് ഫ്രഷ് ആയി വരാം, എന്നിട്ട് നമുക്കൊന്ന് വിശദമായിട്ടിരിക്കാം. ആ ഓക്കെ ഓക്കെ. എന്താ ജയിക്കേ, സുഖാണോടാ? ആ സർ. അല്ല ജോണിച്ച, ഇവന്റെ ഈ സെർവിളി ഇപ്പോഴും നിർത്തിയില്ലല്ലേ? എന്ത് പറയാനാ ഓബി, അവന് അങ്ങനെ വിളിക്കാനാ ഇഷ്ടമെങ്കിൽ പിന്നെ നമ്മൾ നിർബന്ധിച്ചിട്ടെന്തിനാ കാര്യം. ശരിയാ, പക്ഷെ ഇനി ഇത് അധികകാലം ഇങ്ങനെ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സർ എന്തെങ്കിലും പറഞ്ഞോ? ഏയ് ഇല്ലടാ. എന്നാലേ നീ ഇരിക്കും, ഞാനേ എന്റെ ചേച്ചിയെ ഒന്ന് പോയി കാണട്ടെ. ആ ഓബി, നീ എത്തിയോ? അല്ല, എങ്ങനെ ഉണ്ടായിരുന്നടാ നിന്റെ ട്രിപ്പൊക്കെ? ഓ, വലിയ കുഴപ്പമില്ലായിരുന്നു ചേച്ചി. അതെന്ത് പറ്റിയടാ? ഓ, നമ്മൾ ഈ ഫാമിലി ആയി പോകുമ്പോഴുള്ള ഡ്രസ്സൊന്നും അതിനില്ല. അല്ലേലും ട്രിപ്പൊക്കെ പോകുമ്പോ നമ്മൾ ഫാമിലി ആയിട്ട് പോകുന്നതാ അതിന്റെ രസം, അല്ലേ ചേച്ചി? ഈ കൂട്ടുകാരൊക്കെ പോകുന്നത് അതൊരു ബോറ് പരിപാടിയാണേ. നീ പറഞ്ഞതാ ശരി. അല്ലേലോ, നിനക്ക് ഈ ഫാമിലിയോടുള്ള സ്നേഹമൊന്നും ഇവിടെ ആർക്കും ഇല്ല. ഇവിടെ പലർക്കും സ്വന്തം അമ്മയെ വരെ നോക്കാൻ നേരമില്ലാത്ത ആൾക്കാരാ. ഓ മമ്മി, ഇത് തീർന്നില്ലായിരുന്നോ? എന്റെ ഹോബിച്ച അഭിനയ സിംഹമേ, എന്തായാലും ഇത്രക്ക് വേണ്ടിയിരുന്നില്ല. എന്റെ നെഞ്ചത്തോട്ട് തന്നെ വെക്കണമായിരുന്നു. ട്രിപ്പ് മൊത്തം ബോറടി ആയിരുന്നല്ലേ. ഇതിനുള്ള പണി ഞാൻ പിന്നെ തരാട്ടാ. അത് പിന്നെ മോനെ ചിമ്മി, ഇതൊക്കെ നമ്മളൊരു നാക്കിൽ വേണം കൈകാര്യം ചെയ്യാൻ. നിനക്ക് എന്റെ അത്ര എക്സ്പീരിയൻസ് ആയിട്ടില്ല. സാരമില്ല, ഞാൻ പതിയെ ഒക്കെ പഠിപ്പിച്ചു തരാം. ഇങ്ങനെയൊക്കെ ചേച്ചിയുടെ വന്നിട്ട് നിലനിന്ന് പോകാൻ പറ്റുള്ളൂ. നീ അവന്റെ വാക്ക് കേൾക്കാതെ പോയി ഫ്രഷ് ആയി വന്നേ. ഓക്കെ ചേച്ചി. അല്ല, ഈ വി ഇതെവിടെ പോയി കിടക്കുക? ഇത്ര നേരമായിട്ട് അവനെ മാത്രം കാണുന്നില്ലല്ലോ. ചിമ്മി, നീ അവനക്കൊന്ന് വിളിച്ചേ, എന്നിട്ട് പെട്ടെന്ന് വരാൻ പറ. മമ്മി, അവനൊരു 50 മിനിറ്റ്സിൽ ഇവിടെ എത്തുമെന്നാ പറഞ്ഞു. ആ എന്നാ ഓക്കെ, ഞാൻ ഈ ഫുഡൊക്കെ ഒന്ന് എടുത്തു വെക്കട്ടെ. ഇച്ചായ, ഇവിടെ നിന്ന് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തേ. ഓക്കെ മാഡം, ദാ വരുന്നു. നീ വായോ, നീ മുകളിലോട്ടൊന്നും വന്നിട്ടില്ലല്ലോ. വാ, നമുക്ക് എന്റെ റൂമിലോട്ട് പോവാം. അതും പറഞ്ഞ് ജിമ്മിയുടെ റൂമിലോട്ട് കൊണ്ടുപോയി.
അപ്പൊ ഇതാണല്ലേ നിന്റെ റൂം? അടിപൊളിയായിട്ടുണ്ട്. ആ ബാൽക്കണിയൊക്കെ ആയിട്ട് ഫുൾ സെറ്റാണല്ലോ. എനിക്ക് ഒരുപാട് ഇഷ്ടമാ ഇങ്ങനെ ബാൽക്കണിയുള്ള റൂം. രാത്രിയൊക്കെ ബാൽക്കണിയിൽ നിന്നും പുറത്തോട്ട് നോക്കി നിൽക്കാൻ എന്തൊരു ഫീലാന്നറിയോ? ജയിക്കുമല്ലേ ബാൽക്കണി തുറന്ന് പുറത്തോട്ട് നോക്കി നിൽക്കുകയാണിപ്പോ. ഡാ ജേക്കെ, നിനക്ക് എന്താ പറ്റിയേ? ഞാൻ കുറച്ചു നേരമായി ശ്രദ്ധിക്കുന്നു. മൊത്തത്തിലൊരു സൈലൻസും സാഡ്നെസ്സും ഒക്കെ ആയിട്ട്. എന്താടാ നിനക്ക് പറ്റിയേ? എനിക്കെന്ത് പറ്റാൻ? നിനക്ക് വെറുതെ തോന്നുന്നതാ. ആ, അത് പറഞ്ഞ് നീ ഒഴിഞ്ഞു മാറാൻ നിൽക്കണ്ട. കാര്യമായിട്ട് എന്തോ ഉണ്ട്. ഇങ്ങോട്ട് വന്നപ്പോ കണ്ട ഹാപ്പിനെസ് ഒന്നും ഇപ്പൊ നിന്റെ മുഖത്ത് കാണുന്നില്ല. എന്താടാ പറ്റിയേ? സത്യം പറഞ്ഞു. അല്ലേ ഞാൻ അവരെ ഒക്കെ വിളിച്ചു കൂട്ടും. നിനക്കറിയാലോ മമ്മിയെ. മമ്മി നീ സങ്കടപ്പെട്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കാന്നുള്ളത്. അപ്പൊ നീ എല്ലാവരോടുമായിട്ട് എല്ലാ കാര്യം പറയേണ്ടി വരും. ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ. നീ പറ, എന്താ നിനക്ക് പറ്റിയേ? ഡാ അത് പിന്നെ നീ ശരിക്കും എത്ര ലക്കിയാ. നിന്നെ കണ്ടിട്ട് എനിക്ക് അസൂയ തോന്നുന്നു. നിനക്ക് ആരും ഇല്ലാഞ്ഞിട്ടും ഇന്ന് നിനക്ക് എല്ലാം ഉണ്ട്. ഇത്രയും നല്ലൊരു ഫാമിലി, സ്നേഹിക്കാനും എല്ലാ കാര്യത്തിലും കട്ടക്ക് കൂടെ നിൽക്കാനും ഒരച്ഛൻ, ശാസിക്കാനും വാത്സല്യം കാണിക്കാനും, നിന്നെ ഒന്ന് കണ്ടില്ലെങ്കിൽ സങ്കടപ്പെട്ട് കരയാനും എല്ലാമായി നിനക്കൊരമ്മ, തല്ലുകൂടാനും ഇണങ്ങാനും പിണങ്ങാനും യോങ്കി, നിന്നെ കെയർ ചെയ്യുകയും ഒരുപാട് സ്നേഹിക്കുകയും ചെയ്യുന്ന ഹോബിച്ചൻ, അതിലെല്ലാത്തിനും ഉപരി നിനക്ക് വേണ്ടി ജീവൻ വരെ കൊടുക്കാൻ തയ്യാറാവുന്ന നിന്റെ വി. അങ്ങനെ അങ്ങനെ നിനക്ക് എല്ലാം ഉണ്ട്. നിങ്ങൾ ഇവരൊക്കെ ഈ സ്നേഹം നിന്നോട് കാണിക്കുമ്പോ എനിക്കെന്തോ ഞാൻ ഒറ്റക്കായ മാതിരി ഒരു ഫീൽ. ഈ ലോകത്ത് ഇത്രത്തോളം ഞാൻ ഒറ്റപ്പെട്ടിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തിനാ എന്റെ പേരൻസ് എന്നെ ഇട്ടിട്ട് പോയെ? അല്ലായിരുന്നെങ്കിൽ എനിക്കും കിട്ടില്ലായിരുന്നു ഇങ്ങനെ ഒരു ഫാമിലിയെ. ഇന്ന് ഞാൻ ഇങ്ങനെ ഈ ലോകത്ത് തനിച്ചായി പോവില്ലായിരുന്നല്ലോ. ഡാ അയ്യേ, നീ കരയുവാണോ? എന്താടാ ഇത്? ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ, ഇത് നിന്റെ കൂടെ വീടാ. ഇവിടെ ഉള്ളവരൊക്കെ നിന്റെ കൂടെയാ. നിനക്ക് അങ്ങനെ കണ്ടൂടെ അവരൊക്കെ അത് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ നീ കണ്ടതല്ലേ, അവർക്കൊക്കെ എത്ര സങ്കടം ഉണ്ടെന്നറിയോ? നീ അവരെ സാറും മേഡം എന്നൊക്കെ വിളിക്കുമ്പോ അതൊന്നും അവർ നിന്റെ മുന്നിൽ കാണിക്കായാണ്. പിന്നെ നീ പറഞ്ഞല്ലോ ഞാൻ ലക്കിയാണെന്ന്. ശരിയാ, ഞാൻ ഒരുപാട് ലക്കിയാ. എനിക്ക് ദൈവം എന്റെ ഏറ്റവും ബെസ്റ്റാണ് എനിക്ക് തന്നിട്ടുള്ളത്, എന്റെ ബെസ്റ്റ് ഫാമിലി. പക്ഷെ അതിനേക്കാൾ ലക്കിയാടാ നീ. പക്ഷെ അത് നിനക്ക് ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവില്ല. എല്ലാം വൈകാതെ നിനക്ക് മനസ്സിലാകും. അന്ന് ഈ കണ്ണീരിനേക്കാൾ കൂടുതൽ കണ്ണീര് നിന്റെ കണ്ണീരിൽ നിന്നും വരും. പക്ഷെ അതൊരിക്കലും സങ്കടം കൊണ്ടല്ല, സന്തോഷം കൊണ്ടായിരിക്കും. അതെന്താ സിമ്മി നീ അങ്ങനെ പറഞ്ഞു? നീ എന്ത് മനസ്സിലാവുന്ന കാര്യമാ പറയുന്നത്? നീ എന്നോട് എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ? നീ കുറെ ആയല്ലേ മനസ്സിലാവുന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് മറച്ചു വെക്കാൻ? എടാ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ദൈവം ഒരു പോയിന്റിലെത്തുമ്പോൾ നമുക്ക് വേണ്ടതൊക്കെ നമ്മുടെ മുന്നിൽ കൊണ്ടുതരും. അങ്ങനെ തന്നതാ എന്റെ വിയെയും എന്റെ ഈ ഫാമിലിയെയും. അതുപോലെ നിനക്കും എല്ലാം ദൈവം ഒരു ദിവസം നിന്റെ കൺമുന്നിൽ കൊണ്ടുതരും. എന്ന പോലെ ഒരു ഏഞ്ചലിന്റെ രൂപത്തില് നിനക്ക് വേണ്ട എല്ലാ ഹാപ്പിനെസ്സും നിന്റെ മുമ്പിൽ എത്തിക്കും ഒരു നാൾ. എനിക്ക് എന്ത് ഹാപ്പിനെസ് കിട്ടാനാടാ? നിനക്കറിയോ, ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് പോലും എനിക്കറിയൂടാ. ആർക്ക് വേണ്ടിയോ എന്തിനു വേണ്ടിയോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ ദൈവം തന്ന ഈ ജീവിതം ഞാനായിട്ട് ഇല്ലാതാക്കരുതെന്ന് കരുതിയും ഇപ്പോഴും ഞാൻ ഇങ്ങനെ ജീവിക്കുന്നത്. അങ്ങനൊരു ഹാപ്പിനെസ് എനിക്ക് ദൈവം തരികയാണെന്നുണ്ടെങ്കിൽ അതെന്റെ മരണമായിരിക്കും. കേട്ടോ, ഞാൻ ദൈവത്തിനോട് ചോദിക്കണം ആകെയുള്ള പ്രാർത്ഥന, ആരും ഇല്ലാത്ത ലോകത്ത് നിന്ന് എന്നെ എത്രയും പെട്ടെന്ന് കൊണ്ടുവരുന്നതെന്ന് ഞാൻ എത്ര ആഗ്രഹിച്ചിട്ടുണ്ടെന്നറിയാം. ഇങ്ങനെ ഒറ്റപ്പെട്ട് എന്തിനെന്നറിയാതെ ഇങ്ങനെ ജീവിക്കുന്നതിലും ഭേദം ദൈവം എന്നെ അങ്ങോട്ട് വിളിക്കുന്നതല്ലേ. എനിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്റെ മരണമാണ്. ടാ, നീ ഇത് എന്തൊക്കെയാ പറയുന്നേ? നീ അപ്പൊ ഇതൊക്കെയാണോ നിന്റെ മനസ്സിൽ കൊണ്ട് വെച്ച് നടക്കുന്നേ? ഡാ, നീ അപ്പൊ ഞങ്ങളൊക്കെ അങ്ങോട്ട് മറന്നോ? ഡാ, നീ എങ്ങനെയാടാ ഒറ്റക്കാകുന്നേ? നിന്നെ എനിക്ക് വേണം, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണം. എടാ, ഞങ്ങളൊക്കെ ഉണ്ടടാ നിന്റെ കൂടെ. ഇനിയും നീ ഇങ്ങനത്തെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടിയാ പിന്നെ നീ ശരിക്കും എന്റെ കയ്യിൽ നിന്ന് മേടിക്കൂട്ടോ. നിനക്ക് ഒരിക്കൽ പോലെങ്കിലും ഞങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു. ഈ ആരും ഇല്ലാന്ന് പറയുമ്പോഴും ഞാൻ എങ്ങനെയാ നിന്നെ കാണുന്നതെന്നുള്ളത്. നീ എനിക്ക് എന്റെ സ്വന്തം കൂടപ്പിറപ്പ് മാതിരിയാ. പപ്പക്കും അമ്മക്കും നിന്റെ പപ്പയുടെ മമ്മയുടെ സ്വന്തം മകനെ പോലെ അവർ കാണുന്നത്. ഞാൻ ഈ ലോകത്ത് ഒരിക്കലും നീ ഒറ്റക്കല്ല. നീ ഇപ്പൊ ഇതൊന്നും ആലോചിക്കണ്ട, കേട്ടല്ലോ? നീ ഒന്ന് മുഖമൊക്കെ ഒന്ന് കഴുകി ഫ്രഷായി എന്നിട്ട് താഴേക്ക് വാ. ഞാൻ താഴെ ഉണ്ടാകും. എനിക്ക് ഓബിച്ചനോട് ഒരു കാര്യം പറയാനുണ്ട്. ഞാനത് ഇപ്പോഴാ ഓർക്കുന്നത്.
ആടാ ഓക്കെ, ഞാൻ ഓക്കെയാണ്. ഞാൻ താഴേക്ക് വന്നോളാം, നീ പൊക്കോ.